അവരാരെങ്കിലും കൊന്നാൽ പോലും ഈ കൊല്ലപ്പെട്ട ആള് എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു, 51 വെട്ടിക്കൊന്നു. ടി പി ചന്ദ്രശേഖരനെ പറ്റി നെല്ല് മാസികയിൽ വന്ന ലേഖനത്തിൽ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ സ്വവർഗാനുരാഗിയായിട്ടുള്ള ആളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ആരോ ഇദ്ദേഹത്തെ വെട്ടിക്കൊന്നതെന്ന. അതായത് കൊന്നിട്ടും തീരാത്ത ബഗിയോട് കൂടിയിട്ട് ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാജൻ എന്ന് പറയുന്ന വ്യവസായി ആന്തൂർ തൂങ്ങി മരിച്ചല്ലോ. ആ ദേശാഭിമാനി പത്രത്തിൽ ആന്തൂർ സാജന്റെ ഭാര്യനെ പറ്റിയിട്ട് എന്താ വാർത്ത വന്ന് ഭാര്യയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ രാത്രി ഇവർ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞതിലുള്ള മനോവിഷമം കൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നാണ്. അതായത് അവനവന്റെ നെറികേടിനെ എങ്ങനെ ന്യായീകരിക്കാൻ ഏതറ്റം വരെയും തരം താഴാൻ മനസ്സ്, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻഡ് ആണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ. എനിക്ക് തോന്നി ബാലസംഘം മുതൽക്ക് ഈ രീതിയിൽ ട്രെയിൻ ചെയ്തു വരുന്ന ആളുകളാണ്. ഇവർക്ക് പ്രോപ്പറായിട്ട് അഡ്വൈസ് കൊടുക്കാൻ ഇതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സഭയുടെ മേലെ അതിന് ഏരിയ കമ്മിറ്റി, അതിന് ജില്ലാ കമ്മിറ്റി, ഇവരുടെ എല്ലാവരുടെയും കൺകറൻസോട് കൂടിയിട്ടാണ്, ഇവിടെ എല്ലാവരുടെയും നിർദ്ദേശാനുസരണമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അത് സത്യത്തിൽ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തെ ഡെവലപ്പ് ചെയ്യുന്നതിലും എന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടുതൽ കരുത്തനാക്കി നിർമ്മിക്കുന്നതിലും വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചുള്ള ഒരു സംഭവം. പക്ഷെ അന്ന് ഈ കോളേജിൽ ഈ സംഘർഷവും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു പക്ഷേ സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും ഒരിക്കലും വരുമായിരുന്നില്ല. ഞാൻ അത്ര ഗൗരവമായി രാഷ്ട്രീയത്തെ സമീപിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. അപ്പൊ ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന ഇന്നത്തെ പൊളിറ്റീഷ്യനെ ഉണ്ടാക്കിയെടുത്തതിൽ അന്നത്തെ കോളേജിൽ SFIക്കാർക്ക് വലിയ സ്വാധീനവും പങ്കുമുണ്ട്.